ഹലോ. അപ്പോൾ ഇന്നൊരു കുട്ടി വ്ലോഗാണേ. ഹോസ്റ്റലിൽ രാത്രിക്ക് കഴിക്കാൻ കഞ്ഞിയും പയറുമാണ് മിക്ക ദിവസങ്ങളിലും അതെ. അപ്പോൾ അത് കഴിച്ച് മടുത്തു ഒരു ദിവസം. ചുമ്മാ ഇങ്ങനെ ഓർത്തു എങ്കിൽ പിന്നെ റൂമിൽ തന്നെ കുറച്ച് ചോറ് വെച്ചാൽ എന്താണെന്ന് ഓർത്തു. അപ്പോൾ ഇത് ഞാൻ ഒരു തവണ ഓൺലൈനായിട്ട് വാങ്ങിച്ചൊരു തെർമൽ കുക്കറാണേ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇന്നൊന്ന് ചോറ് വെച്ച് നോക്കാം, അതെങ്ങനെയാണ് വേഗോ ഇല്ലയോ എന്നൊക്കെ ഒന്നറിയാം. അരി കഴുകിയെടുത്തു. വെള്ളം അത്യാവശ്യം ചൂടായിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുവാണേ. ഒരു നേരത്തേക്ക് മാത്രം മതിയായതുകൊണ്ട് ഞാൻ കുറച്ച് അരി എടുത്തിട്ടുള്ളൂ. അങ്ങനെ അത് കഴുകി വെള്ളത്തിലിട്ടു. ഇനിയിപ്പോൾ അതൊന്ന് തിളയ്ക്കണം. തിളച്ച് കഴിയുമ്പം അതെടുത്ത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇത് ഒരുപാട് നേരം അത് ഓണാക്കി ഇടാൻ പറ്റത്തില്ല, അതിൻ്റെ സൈഡിലെ വയറ് ഉരുകി പോകും. അപ്പോൾ അതുകൊണ്ടൊന്ന് തിളപ്പിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ അത് തിളച്ചിട്ടുണ്ട്, നല്ലപോലെ തിള വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്വിച്ചൊക്കെ ഓഫ് ആക്കിയിട്ട് പാത്രം എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ വെറുതെ അങ്ങ് എടുത്ത് മാറ്റി വെക്കുകയല്ല ചെയ്യുന്നത്. എനിക്കൊരു തെർമോക്കോളിൻ്റെ ഒരു ബോക്സ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ അകത്ത് വെച്ചിട്ട് അടച്ച് വെക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെർമോക്കോൾ ആയതുകൊണ്ട് ചൂട് പുറത്തേക്ക് അങ്ങനെ ഒത്തിരി പോകത്തില്ല. അപ്പോൾ ചിലപ്പോൾ അത് അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും എന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാനതങ്ങനെ തെർമോ ബോക്സിനകത്താക്കി മാറ്റി വെച്ചേക്കാണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 4-4.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനതെടുത്ത് നോക്കാൻ പോവുകയാണ് കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട് ഗൈസ്, ഞാനിത് ഇടയ്ക്ക് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചിട്ട് വെച്ചിരുന്നു. കാരണം ചൂട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇടയ്ക്ക് ഒന്നെടുത്ത് ഒരു തിളയും കൂടി തിളപ്പിച്ചിട്ട് വെച്ചിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പം അങ്ങനെ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ചോറ് ആയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അരി എന്തായാലും നന്നായിട്ട് വെന്തു. നമ്മൾ സാധാരണ നമ്മുടെ മറ്റേ തെർമൽ കുക്കറില്ലേ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നത്, അതിലുണ്ടാക്കുന്ന പോലെ തന്നെ. അതിനകത്ത് നമ്മൾ രാത്രി അരി തിളപ്പിച്ച് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ആകുമ്പത്തേനും ചോറാവില്ലേ, അതുപോലെ തന്നെ ഇതിപ്പോൾ ഒരു 4.5 മണിക്കൂർ 5 മണിക്കൂർ വെച്ചപ്പോഴത്തേനും അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ ഒരുപാട് കറണ്ടിൻ്റെ ആവശ്യം വന്നില്ല, നമുക്ക് തീ കത്തിക്കേണ്ടി വന്നില്ല, ഒന്നും വന്നിട്ടില്ല. ഇതുപോലൊരു തെർമോക്കോൾ ബോക്സ് ഇല്ലാതെ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എത്ര നേരം എടുക്കും എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ എന്തായാലും ഞാൻ ഒരു 2 തവണ തിളപ്പിച്ച് ഒരു 4-5 മണിക്കൂർ വെച്ച സമയം കൊണ്ട് എനിക്ക് എന്തായാലും ചോറ് ആയി കിട്ടിയിട്ടുണ്ട്. അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതുപോലൊരു ഇത് വാങ്ങിച്ച് ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ അച്ചാറും അത്യാവശ്യം മുട്ടയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കറി ഉണ്ടാക്കി. അങ്ങനെ ഞാനിന്ന് ചോറിനും